നമ്മുടെ സബ്ജക്ട് കോഡ് EST 130, സബ്ജക്ട് നെയിം ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. നമ്മൾ ഈ കോഴ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന്റെ ബേസിക് കോൺസെപ്റ്റുകളാണ്. ഓക്കെ, അപ്പം നിങ്ങൾ CS-കാരാണ്, നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ എന്താ പറയുക, അതിനെ അവോയ്ഡ് ചെയ്ത് വെക്കരുത്. ഓക്കെ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആയിട്ട് എന്തായാലും നിങ്ങൾക്കും ഇൻട്രാക്ഷൻസ് വരും ഫ്യൂച്ചറിൽ. അപ്പം അതിന്റെ ബേസിക്സ് ആണ്. മാത്രമല്ല, നമ്മുടെ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പോവാണെങ്കിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു കോഴ്സിൽ നിന്നാണ് വരിക. ബേസിക്സ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് സെക്ഷനാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സബ്ജക്ട് നെയിം ക്ലിയർ ആയോ? സബ്ജക്ട് കോഡ് ഓക്കെ ആണോ? ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീനിലെ സ്ലൈഡ് ചേഞ്ച് ആവുന്നുണ്ടോ? സ്ലൈഡ് ചേഞ്ച് ആവുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് സ്ലൈഡ് ചേഞ്ച് ആയിട്ട് കാണുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്ജക്ട് കോഡ് EST 130 ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ, ഇത് കോഴ്സിന്റെ തന്നെ ലാബും ഉണ്ട് നിങ്ങൾക്ക്. ESL 130 ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ലാബ് കൂടി നിങ്ങൾക്ക് ഈ ഒരു സെമ്മിലുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ മൊഡ്യൂൾ വൈസ് നോക്കുകയാണെങ്കിൽ അപ്പം നമ്മുടെ സബ്ജക്ട് കോഡ് പറഞ്ഞു, സബ്ജക്ട് നെയിം പറഞ്ഞു, ദെൻ നമുക്ക് 4 ലെക്ചർ അവറാണ് ഉള്ളത് ഒരു വീക്കിൽ, ട്യൂട്ടോറിയൽ അവേഴ്സ് ഒന്നും ഇല്ല. ഓക്കെ, ഇനി മൊഡ്യൂൾ വൈസ് പറയുകയാണെങ്കിൽ നമുക്ക് 6 മൊഡ്യൂൾസ് ഉണ്ട്. ഈ സബ്ജക്റ്റിന് 6 മൊഡ്യൂൾസ് ഉണ്ട്. ഈ മൊഡ്യൂൾസിൽ ഫസ്റ്റ് 3 മൊഡ്യൂൾസ്, മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2 ആൻഡ് മൊഡ്യൂൾ 3. ഓക്കെ, ഈ 3 മൊഡ്യൂൾസ് ഇലക്ട്രിക്കൽ ബേസ്ഡ് ആണ്, ബേസിക് ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ആണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് 3 മൊഡ്യൂൾസ്, ദാറ്റ് ഈസ് മൊഡ്യൂൾ 4, മൊഡ്യൂൾ 5 ആൻഡ് മൊഡ്യൂൾ 6 എന്താണ്, ഇലക്ട്രോണിക്സ് ബേസ്ഡ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ആണ്. അപ്പൊ ഫസ്റ്റ് 3 ഇലക്ട്രിക്കൽ ആണ് ആൻഡ് ലാസ്റ്റ് 3 4 to 6 വരെയുള്ളത് ഇലക്ട്രോണിക്സ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ തന്നെ 2 എക്സാം വരുവാണെങ്കിലും നമുക്ക് 2 സെക്ഷനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ഇലക്ട്രിക്കൽ സെക്ഷനും ഉണ്ടാവും, ഇലക്ട്രോണിക് സെക്ഷനും ഉണ്ടാവും. ഓക്കെ, അപ്പം ടോട്ടലി 6 മൊഡ്യൂൾസ് ഉണ്ട്. ഫസ്റ്റ് 3 ലാസ്റ്റ് 3 ബേസിക് ഇലക്ട്രോണിക്സിൽ വരുന്നതാണ്. ഓക്കെ, രണ്ടും ഇപ്പൊ യൂണിവേഴ്സിറ്റി സീരീസ് വരുന്ന സമയത്ത് ഇലക്ട്രിക്കലിൽ ഒരു പാഠം ഉണ്ടാവും, ഇലക്ട്രോണിക്സിൽ ഒരു പാഠം ഉണ്ടാവും. അതുപോലെ സീരീസ് 2 വരുമ്പോഴും അങ്ങനെ, 3 വരുമ്പോഴും അങ്ങനെ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് കമ്പൈൻഡ് ആയിട്ട് പഠിക്കാം. ആദ്യം ഇലക്ട്രോണിക്സിൽ ഒരു മൊഡ്യൂൾ പഠിക്കാം, ദെൻ ഇലക്ട്രിക്കൽ ഒരു മൊഡ്യൂൾ പഠിക്കാം, വീണ്ടും ഇലക്ട്രോണിക്സ് പഠിക്കാം, ദെൻ ഇലക്ട്രിക്കൽ, ആ ഒരു പാറ്റേണിൽ പോവാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 4th മൊഡ്യൂൾ ആണ്. ഓക്കെ, 4th തൊട്ടാണ് എന്ത് ഇലക്ട്രോണിക്സ് സ്റ്റാർട്ട് ആവുന്നത് അല്ലേ? ഇലക്ട്രോണിക്സിലെ ഫസ്റ്റ് മൊഡ്യൂൾ അല്ലെങ്കിൽ ഈ മൊത്തം സിലബസിലെ 4th മൊഡ്യൂൾ, അതാണ് ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത്. ഓക്കെ, മൊഡ്യൂൾ 4 ആണ് ആദ്യം എടുക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 4 എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ എടുക്കാം. അപ്പൊ ഇലക്ട്രിക്കലിലെ ഫസ്റ്റ് ആയി. ഓക്കെ, അങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും ഒന്നിച്ച് കമ്പൈൻ ചെയ്തിട്ട് പഠിച്ചു പോവാം. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ 6 മൊഡ്യൂൾസ് ഉണ്ട്. ഫസ്റ്റ് 3 ബേസിക് ഇലക്ട്രിക്കലിൽ വരുന്നതാണ് ആൻഡ് ലാസ്റ്റ് 3 ബേസിക് ഇലക്ട്രോണിക്സിൽ വരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സ്റ്റഡി മൊഡ്യൂൾ 4. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു സെമി കണ്ടക്ടർ ഡിവൈസസ്. 4th മൊഡ്യൂൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു സെമി കണ്ടക്ടർ ഡിവൈസസ്.
ഓക്കെ, അപ്പൊ ഇത് ഫോർത്ത് മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രോണിക്സിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ ആണ്. ഇനി നമുക്ക് ആ മൊഡ്യൂൾ എന്തൊക്കെയാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്, അല്ലെ എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. അതിന്റെ മെയിൻ ഹെഡിങ് ഇൻട്രൊഡക്ഷൻ ടു സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ്. ഓക്കെ, അതിൽ നോക്കിയാൽ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് ഇവാലുവേഷൻ ഓഫ് ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സിന്റെ ഇവാലുവേഷൻ, അതിന്റെ സ്റ്റാർട്ടിങ് തൊട്ട്. ഓക്കെ, ഇലക്ട്രോണിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇപ്പോഴുള്ള ഈ ഒരു വാസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഫീൽഡ് വരെയുള്ള അതിന്റെ ഇവാലുവേഷൻ, അതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്നൊരു ടൈം ലൈൻ പോലെ ഓരോ ഇയർ വെച്ച് ഓരോ ഇൻവെൻഷൻസ് ഇങ്ങനെ പറഞ്ഞു പോവുക ചെയ്യാം. ഓക്കെ, അതെന്താ ഫസ്റ്റ് ഇലക്ട്രോണിക് സർക്യൂട്ടറിയിൽ ഉണ്ടായിരുന്നത് വാക്വം ട്യൂബ്സ് ആയിരുന്നു. ദെൻ അതിപ്പോ നാനോ ഇലക്ട്രോണിക്സ് വരെ എത്തി നിൽക്കുകയാണ്. ഓക്കെ, ആ ഒരു ഇവല്യൂഷൻ ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ ബേസിക് ഇലക്ട്രോണിക് കോമ്പണൻസ് വരും. എന്തൊക്കെയാ? റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്ടേഴ്സ്, അതൊക്കെ. അതിൻ്റെ എല്ലാം കൺസ്ട്രക്ഷണൽ ഫീച്ചേഴ്സ് ആവശ്യമില്ല, ജസ്റ്റ് അതിന്റെ ടൈപ്സും സ്പെസിഫിക്കേഷനും മാത്രമേ വേണ്ടുള്ളൂ. ഓക്കെ, റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ് ആൻഡ് ഇൻഡക്ടേഴ്സ്, അതിന്റെ ടൈപ്സും സ്പെസിഫിക്കേഷൻസും. ഓക്കെ, ദെൻ അതിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂസ്. നമുക്ക് റെസിസ്റ്റേഴ്സ് ഒക്കെ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് അതിന്റെ വാല്യൂ എത്രയാണെന്ന് പറയാം, റെസിസ്റ്റൻസ് വാല്യൂ. അതുപോലെ കപ്പാസിറ്റർ കണ്ടാൽ നമുക്ക് പറയാം അത് ഇത്ര കപ്പാസിറ്റി വാല്യൂ ഉള്ളതാണ്, കപ്പാസിറ്റൻസ് വാല്യൂ ഉള്ളതാണ്. ഓക്കെ, അങ്ങനെ റെസിസ്റ്ററിനും കപ്പാസിറ്റർ ഇൻഡക്ടറിനും അതിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് കണ്ടുപിടിക്കുന്ന പല മെത്തേഡ്സും ഉണ്ട്. നമുക്ക് കണ്ടിട്ട് അതിന്റെ വാല്യൂ നോക്കി മനസ്സിലാക്കാം, അല്ലെങ്കിൽ കളർ കോഡിംഗ് ഉണ്ട്. റെസിസ്റ്റേഴ്സിന്റെ ഒക്കെ കളർ കോഡിംഗ് അറിയില്ലേ? ഒരു റെസിസ്റ്റർ കയ്യിൽ കിട്ടിയാൽ അതിന്റെ കളർ ബാൻഡ്സ് നോക്കിയിട്ട് നമുക്കത് എത്ര റെസിസ്റ്റൻസ് വാല്യൂ ഉള്ളതാണെന്ന് പറയാൻ പറ്റില്ലേ? പറ്റില്ലേ? നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടുലൊക്കെ അതൊക്കെ ഫെമിലറൈസ്ഡ് ആയിരിക്കും. കളർ കോഡ്സ് ഓഫ് റെസിസ്റ്റേഴ്സ്, യെസ്. BBA റോയ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ഹാസ് വെരി ഗുഡ് വൈഫ് എന്നിട്ടൊരു കോഡ് പഠിച്ചിട്ടുണ്ടാവും. അല്ലേ? അത് ഓർക്കുന്നുണ്ടോ? അത് നമുക്ക് പഠിക്കാം. കളർ കോഡിങ്. ഓക്കെ, കളർ കോഡിങ് ബോത്ത് റെസിസ്റ്ററിനും ഉണ്ട് കപ്പാസിറ്ററിനും ഉണ്ട്. ഓക്കെ, ഓർമ്മയുണ്ട് അല്ലേ? ഓക്കെ, ഗുഡ്. ദെൻ അത്രയും സെക്ഷൻസ് ആകുന്ന സമയത്ത് അവിടെ ആ ബേസിക് കോമ്പണൻസ് കഴിഞ്ഞു. ആക്ച്വലി ഇവിടെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് ഇലക്ട്രോണിക് കോമ്പണൻസ് ആണ്. ഓക്കെ, പാസീവ് ഇലക്ട്രോണിക് കോമ്പണൻസിൽ വരുന്നതാണ് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്ടേഴ്സ് ഒക്കെ. ഓക്കെ, അത്രയും സെക്ഷൻ അവിടെ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആക്റ്റീവ് കോമ്പണൻസ് ആണ്. അതിൽ വരുന്നതാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് ആൻഡ് ട്രാൻസിസ്റ്റർ ഒക്കെ. പി എൻ ജംഗ്ഷൻ ഡയോഡ് ആണെങ്കിൽ ആദ്യം എന്താണ് അതിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, അതിന്റെ VI കേര, പ്രിൻസിപ്പിൾ ഓഫ് അവലാഞ്ചി ബ്രേക്ക് ഡൗൺ എന്താണ്, അത്ര വരെ. നിങ്ങൾ സെമി കണ്ടക്ടർ ഡിവൈസസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. പി എൻ ജംഗ്ഷൻ ഡയോഡ് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. ഓക്കെ, അതൊന്നും കൂടി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ നോക്കും. ദെൻ വരുന്ന അനദർ ഒരു ആക്റ്റീവ് കോമ്പണന്റ് ആണ് ട്രാൻസിസ്റ്റർ, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, BJT. ഓക്കെ, അതിന്റെ ഡിഫറെന്റ് കോൺഫിഗറേഷൻ, PNP ആൻഡ് PN, അതിന്റെ സ്ട്രക്ചർ, അതിന്റെ കോൺഫിഗറേഷൻ, അതിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, പിന്നെ റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ഗെയിൻസ് ഇൻ കോമൺ എമിറ്റർ, കോമൺ ബേസ് ആൻഡ് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ, പിന്നെ ഇമ്പോർട്ടൻറ്റ് ഫോർത്ത് ബേസിക് അതിൽ ഇൻട്രൊഡക്ഷൻ ടു സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ് അല്ലേ? ആദ്യം ആ ഒരു ഇവല്യൂഷൻ പറയും, ഇലക്ട്രോണിക്സിന്റെ ഇവല്യൂഷൻ പറയും. ദെൻ അതിലെ എക്സ്പ്ലെയിൻ ചെയ്യും. റെസിസ്റ്റേഴ്സ് എന്താണ്, കപ്പാസിറ്റേഴ്സ് എന്താണ്, ഇൻഡക്ടേഴ്സ് എന്താണ്, അതിലൊക്കെ എന്താണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കും, അതിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂസ് പഠിക്കും, അതിന്റെ കളർ കോഡിംഗ് പഠിക്കും. അതുപോലെ തന്നെ കപ്പാസിറ്റേഴ്സിലും കപ്പാസിറ്റർ എന്താണെന്ന് പഠിക്കും, അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂസ്, സ്പെസിഫിക്കേഷൻസ്, അതിന്റെ കളർ കോഡിംഗ്. സെയിം വേ ഇൻഡക്ടേഴ്സിൽ നമ്മൾ ഇതേപോലുള്ള കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് വരും, അതിന്റെ ഓപ്പറേഷനും പ്രിൻസിപ്പിളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ BJT, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ്. ഇത്രയാണ് ഫോർത്ത് മൊഡ്യൂൾ നമുക്ക് കവർ ചെയ്യാനുള്ളത്. അപ്പൊ ആ മൊഡ്യൂളിനെ കുറിച്ച് ഓൾറൗണ്ട് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഒരാൾക്ക് മാത്രമേ ഐഡിയ കിട്ടിയിട്ടുള്ളൂ, ബാക്കി ആരും എന്താ റെസ്പോണ്ട് ചെയ്യാത്തെ? അത് ജസ്റ്റ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോയത്, നമുക്ക് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പം എന്തൊക്കെ ടോപ്പിക്സ് ആണ് കവർ ചെയ്യാനുള്ളതെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, ഗുഡ്.
നമുക്ക് ഫസ്റ്റ് ബേസിക് ഇലക്ട്രോണിക്സിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ, ദാറ്റ് ഈസ് മൊഡ്യൂൾ 4. ഓക്കെ, സിലബസിൽ 4th മൊഡ്യൂൾ അത് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു സെമി കണ്ടക്ടർ ഡിവൈസസ്. ഓക്കെ, നമ്മൾ എങ്ങനെ പഠിക്കാന്ന് വെച്ചാൽ ഫസ്റ്റ് 4th മൊഡ്യൂൾ പഠിക്കും, ദെൻ ഫസ്റ്റ്, ദെൻ 5th പഠിക്കും, ദെൻ സെക്കൻഡ്, ദെൻ 6th പഠിക്കും, ആൻഡ് തേർഡ്. ഈ ഓർഡറിലാണ് പഠിക്കുക. ഫസ്റ്റ് സീരീസിന് 4th ആൻഡ് ഫസ്റ്റ് മൊഡ്യൂൾ വരും, സെക്കൻഡ് സീരീസിന് 5th മൊഡ്യൂൾ ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾ വരും, തേർഡ് സീരീസിന് 6th മൊഡ്യൂൾ ആൻഡ് തേർഡ് മൊഡ്യൂൾ വരും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഈ സിലബസിന്, ഈ ഒരു കോഴ്സിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ 4, ഇൻട്രൊഡക്ഷൻ ടു സെമി കണ്ടക്ടർ ഡിവൈസസ്. ഇനി ആരേലും ഒന്ന് പറഞ്ഞേ, എന്താണ് ഇലക്ട്രോണിക്സ്? നിങ്ങൾക്ക് അറിയുന്ന ഒരു ഡെഫിനിഷൻ. വാട്ട് യു മീൻ ബൈ ഇലക്ട്രോണിക്സ്? നിങ്ങളുടെ കോൺസെപ്റ്റിൽ എന്താണ്? എനിവൺ? നമുക്കൊരു സ്മൂത്ത് ഇന്ററാക്ഷൻ ഉണ്ടായാൽ ക്ലാസ് നല്ല ഈസിയർ ആയിരിക്കും. ഓക്കെ, അറിയുന്നത് നിങ്ങളുടെ കോൺസെപ്റ്റ് പറഞ്ഞാൽ മതി. തെറ്റോ ശരിയോ എന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. അത് തെറ്റിപ്പോലെ വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അത് പറയാനുള്ള ഒരു ഇതാണ്. ഓരോരുത്തർ ലെഫ്റ്റ് ആയി പോകുന്നുണ്ടോ? അറ്റൻഡൻസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തോണ്ടിരിക്കേ. ഒറ്റയ്ക്ക് അറ്റൻഡൻസ് എടുത്തു എന്ന് വെച്ച് ലെഫ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഞാൻ പിന്നെ അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് ആ ആൾക്കാർ പ്രസന്റ് അല്ലെങ്കിൽ ഞാൻ ആബ്സെന്റ് മാർക്ക് ചെയ്യും. ഓക്കെ, എനിവൺ ഒരു നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും ഒരു ഡെഫിനേഷൻ, നിങ്ങൾക്ക് ഓൾറെഡി സ്ക്രീൻ നിങ്ങൾക്ക് വിസിബിൾ ആണ് അല്ലേ? അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു ഡെഫിനേഷൻ എന്ന് പറഞ്ഞേ. വാട്ട് ഈസ് മെന്റ് ബൈ ഇലക്ട്രോണിക്സ്? Okay, it's a branch of science. Good. Electronics is a branch of science. And further, അതിനെ കുറച്ചുകൂടി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ടേംസ് പറഞ്ഞേ. ആ ഡെഫിനേഷൻ അങ്ങനെ തന്നെ ഓരോ പോയിന്റ് ആയിട്ട് പറയാണോ ഉദ്ദേശിക്കുന്നത്? Anyway, okay. Electronics is a branch of science that deals with the study of flow and control of electrons and study of their behavior and the effects in vacuum, gases, and semiconductors, and with the devices using such electrons. Okay, so electronics, and it's a branch of science that we know that deals with the study of flow and control of electrons. It's a study of flow and control of electrons, and also it's a study of their behavior, and then the electrons and the behavior and their effects. Electrons in the behavior of effects in vacuums, gases, and semiconductors. Okay, that's the electronics. മനസ്സിലായോ? Clear ആണോ? Electronics is a branch of science that deals with the study of flow and control of flow. Okay, and the study of the vacuum, that is called electrons. Clear അല്ലേ? Clear അല്ലേ? എന്താണ് ഇലക്ട്രോണിക്സ് പറയുന്നത്? അതില് ഫ്ലോ ആൻഡ് കൺട്രോൾ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ? ഫ്ലോ, അതിനാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഫ്ലോന്റെ കൺട്രോൾ, മീൻസ് ഇലക്ട്രോൺസിന്റെ കൺട്രോൾ, അതിന്റെ ഒക്കെ ഒരു സ്റ്റഡിയാണ് എന്ത് ഇലക്ട്രോണിക്സ്. അത് മാത്രമല്ല, ഈ ഇലക്ട്രോൺസിന്റെ ഒക്കെ ബിഹേവിയർ ആൻഡ് എഫക്ട്സ് ഇൻ വാക്യൂംസ്, ഗ്യാസസ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. ഈ ഇലക്ട്രോൺസ് ഒക്കെ വാക്വത്തില്, ഗ്യാസസില് അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സിലൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ എഫക്ട്സ് എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു സ്റ്റഡിയാണ്, ഒരു പഠിപ്പാണ്, ഒരു സ്റ്റഡിയാണ് എന്ത് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ എല്ലാവരും കയ്യിലിപ്പം നോട്ടും പെന്നും ഉണ്ടോ? യെസ് ഓർ നോ, പ്ലീസ് റെസ്പോണ്ട്. നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് നല്ലോണം ഇന്ററാക്ട് ചെയ്ത് നല്ലൊരു സ്മൂത്ത് ക്ലാസ് ഓക്കെ ഫോളോ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽസും ഷെയർ ചെയ്ത് തരും ത്രൂ ലിങ്ക് ബേസ്. നിങ്ങൾക്ക് PPT, നിങ്ങളുടെ നോട്ട്, ഞാൻ എഴുതിയ ഹാൻഡ് റിട്ടൺ നോട്ട് PDF ആക്കിയിട്ട്
തരും എല്ലാ കാര്യം. അതുപോലെ തന്നെ ഈ വീഡിയോ ലെക്ചേഴ്സ് നിങ്ങൾക്ക് ലിങ്ക് ബേസിൽ അക്സസിബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ആണല്ലോ. ഓരോ ഡേ അനുസരിച്ച് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ലിങ്ക് ബേസിൽ കിട്ടും. അത് കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ യുവർ ഓൺ നോട്ട് മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. ഓക്കെ, യു മസ്റ്റ് കീപ് യുവർ ഓൺ നോട്ട്സ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് മനസ്സിലായത് എങ്ങനെയാണ് അത് നിങ്ങളുടെ വേർഡ്സ് തന്നെ നോട്ട് എഴുതി വെക്കണം. ഓക്കെ, എന്നിട്ട് ഞാൻ തരുന്ന നോട്ടും കൂടി കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, അതായിരിക്കും ബെറ്റർ. അതായിരിക്കുന്നില്ല, അതാണ് ബെറ്റർ. അപ്പം ഡെയിലി ബേസിസ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു റഫായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു നോട്ട് എഴുതി വെക്കണം. ഓക്കെ, ഞാനത് നിങ്ങളോട് സബ്മിറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, ഒരു സമയം ഞാൻ ചിലപ്പോൾ വീഡിയോ ഓൺ ചെയ്ത് നോട്ട് കാണിക്കാനൊക്കെ പറയും. സോ യു മസ്റ്റ് കീപ് യുവർ ഓൺ നോട്ട്സ്. ഓക്കെ, അത് വിചാരിച്ച് അതിൽ ഗ്രാമർ മിസ്റ്റേക്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ബോധേഡ് ആവണ്ട. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു നോട്ട് കയ്യിൽ വെക്കുക. അപ്പം അതിലൊന്ന് വേഗം ഈ ഇലക്ട്രോണിക്സിന്റെ ഡെഫിനേഷൻ ഒന്ന് എഴുതിയെടുത്തേ. ചില സമയങ്ങളിലൊക്കെ ഞാൻ നിങ്ങൾക്ക് ടൈം തരും നോട്ട് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനൊക്കെ. അല്ലെങ്കിൽ ഞാൻ വേഗം ക്ലാസ് എടുത്ത് പോകും, കാരണം നമുക്ക് അത്രേ ടൈം ഉള്ളൂ. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എൻ്റെ PPT-യും ഞാൻ ഷെയർ ചെയ്യുന്ന PPT-യും വീഡിയോ ലെക്ചേഴ്സും അല്ലെങ്കിൽ നോട്ടും ഒക്കെ നോക്കിയിട്ട് അത് ഫിനിഷ് ചെയ്ത് വെക്കുക. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, ഗുഡ്. ഓക്കെ, അപ്പൊ വേഗം ഈ നോട്ട് ഈ പോയിന്റ് ഒന്ന് എഴുതിയെടുത്തേ. Electronics is a branch of science that deals with the study of flow and control of electrons and the study of the behavior and effects in vacuums, gases, and semiconductors and with the devices using such electrons. ഇതാണ് electronics definition. വേഗം ഒന്ന് എഴുതിയെടുക്കും. ഫിനിഷ് ചെയ്തില്ലേ? ആ ഒരു പോയിന്റേ ഉള്ളൂ. എഴുതിയെടുത്തില്ലേ? ആണോ? എഴുതോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യേ. ഫിനിഷ് ചെയ്തെങ്കിൽ യെസ് പറയും. ഗുഡ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോഴും ഒരു സ്ക്രീൻ വിസിബിൾ ആവുന്നില്ലേ? ഇതെന്താണ്? കണ്ടാൽ എന്താണ്? ഒരു നോർമൽ ബേസിക് ആയിട്ടുള്ള ഒരു സിംപ്ലസ്റ്റ് ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ് അല്ലേ? ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ്. ഇവിടെ നോക്കിയേ, ഈ ഒരു സർക്യൂട്ടിൽ ആകെ 3 കോമ്പണൻസേ ഉള്ളൂ. ഒന്നൊരു ബാറ്ററി സോഴ്സ് ഉണ്ട്, DC ബാറ്ററി സോഴ്സ് ഉണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട്, ആൻഡ് ദീസ് റെസിസ്റ്ററിനെയും ബാറ്ററി സോഴ്സിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു കണക്ടിങ് വയർ ഉണ്ട് അല്ലെ, കണ്ടക്ടർ ഉണ്ട്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതെന്താ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ആണ് അല്ലെ. ഒരു ബാറ്ററി സോഴ്സ് ഉണ്ട്, അത് ഒരു റെസിസ്റ്റർ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ത്രൂ എ കണ്ടക്ടിങ് വയർ. അപ്പോഴെന്താ, ഇങ്ങനെ ഒരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടാകുവാണെങ്കിൽ there should be a
ചാർജ് ഫ്ലോ ഫ്രം പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ അല്ലേ? അവിടെ എന്തായാലും ഇതിലൊരു ക്ലോസ്ഡ് പാത്ത് ഉണ്ടാവുമെങ്കിൽ, ഒരു ക്ലോസ്ഡ് കണ്ടക്ടിങ് പാത്ത് ഉണ്ട് ആൻഡ് ആ സർക്യൂട്ടിൽ എവിടെയെങ്കിലും ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ, വോൾട്ടേജ് ഓർ കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ എന്താ, ആ സർക്യൂട്ടിൽ കൂടെ മസ്റ്റ് ആയിട്ട് ഒരു കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ ചാർജ് ഫ്ലോ ഉണ്ടാവും, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവും. ദാറ്റ് ഷുഡ് ബി ഫ്രം പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി സോഴ്സ്. ബാറ്ററി സോഴ്സിന്റെ പോസിറ്റീവ് നെഗറ്റീവിലേക്ക് ഒരു ചാർജ് ഫ്ലോ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അല്ലെ? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്, അതിനാണ് നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെയൊക്കെ സ്റ്റഡിയാണ് നമ്മുടെ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് എവാലുവേഷൻ ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, എവല്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ് ആണ്. അത് ജസ്റ്റ് നമുക്ക് ഒരു ടൈം ലൈൻ വെച്ചിട്ട് അതിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഇപ്പോഴുള്ള അറ്റ് പ്രസന്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സ് സെക്ഷൻ വരെയിൽ അതിന്റെ ആ ഒരു ഡെവലപ്മെന്റ്, അത് ഓരോ ഇയർലി ആ ഇയർ വെച്ച് ഓരോ ഇൻവെൻഷൻ ജസ്റ്റ് നോട്ടിഫൈ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണത്, അത്ര ഒന്ന് നോക്കിയാൽ മതി. അത് ആ ഇയർ വേണം, ഓരോ ഇയറിൽ എന്തൊക്കെ ഇൻവെന്റ് ചെയ്തു എന്നുള്ള കാര്യം വേണം. ഓക്കെ, അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് പിന്നെ ഫസ്റ്റ് ക്ലാസ് തന്നെ ആയതുകൊണ്ട് കൂടുതലായിട്ട് അങ്ങ് കൂടുതൽ ടോപ്പിക്സ് അങ്ങ് കൺജസ്റ്റ് ആയി പോകണ്ട. ഇത് തൊട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സബ്ജക്റ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നെടുത്ത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതൊക്കെ ക്ലിയർ അല്ലേ? സിലബസ് എന്തൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്, നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടെന്നൊക്കെ ഉള്ളത് ക്ലിയർ അല്ലേ?